ലീവിന് വന്ന അച്ഛൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. അമ്മ എന്നെ പറ്റിയോ അനന്തുവിനെ പറ്റിയോ അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ഒരു യുദ്ധം തന്നെ നടന്നേനെ. എന്തായാലും എനിക്ക് ആശ്വാസമായി. അപ്പോൾ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാമെന്ന സന്തോഷത്തോടെ ഞാൻ താഴത്തെ നിലയിലേക്ക് പോയി. അപ്പോൾ അമ്മ അടുക്കളയിലായിരുന്നു. മൊബൈലിൽ നോക്കി എന്തോ ചെയ്യുകയാണ്. പിന്നെ വാഷ് ബേസിനിൽ പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിരിക്കുന്നു. അമ്മയെ ഒന്നുകൂടി സോപ്പിട്ട് പരിപാടി സെറ്റാക്കാമെന്ന് കരുതി ഞാൻ വീണ്ടും എൻ്റെ നീക്കം തുടർന്നു. ഈ പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ലായിരുന്നോ? ഞാൻ കഴുകി സഹായിക്കാട്ടോ എന്നും പറഞ്ഞു ഞാൻ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അമ്മ എന്ത് ചെയ്യുക? പാത്രം കഴുകുന്നതിനിടെ ഞാൻ ചോദിച്ചു, എടാ, ഈ ഫ്രിഡ്ജിന് ഒരു കംപ്ലൈൻറ്റ്, ലീക്കാണ്. ലീക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ നോക്കുകയായിരുന്നു. ആണോ? ഞാൻ നോക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞതും പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. എടാ, ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് പോയി. ആരാണാവോ ഈ സമയത്ത്? ഒന്ന് സെറ്റാക്കി വരികയായിരുന്നു ഞാൻ മനസ്സിൽ പ്രാഗി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ അടുത്ത വീട്ടിലെ അനന്തവും അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. എനിക്ക് ദേഷ്യം വന്ന് കൈ തരിച്ചു. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വലിയ പാത്രവും അത് വാഴ ഇല കൊണ്ട് മൂടിയിട്ടുമുണ്ടായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു മോനെ. അമ്മ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. സാരമില്ല അമ്മേ, എന്തായാലും അമ്മയുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതല്ലേ. അപ്പോൾ അമ്മ തിന്നിട്ട് എന്താണ് അഭിപ്രായം എന്ന് അറിയാലോ എന്ന് കരുതി അവൻ ഒരു ചിരിയാലെ പറഞ്ഞു. എടാ സച്ചു, ഇത് കണ്ടോ? ഇവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, കണ്ട് പഠിക്ക്. അമ്മ അതും പറഞ്ഞ് ആ പാത്രം വാങ്ങി ടേബിളിൽ വെച്ചു. എന്താ അതിനകത്ത്? എൻ്റെ ചോദ്യം. ചിക്കൻ ബിരിയാണിയാടാ, അമ്മ ഒരു ചിരിയാലെ പറഞ്ഞു. പക്ഷേ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ, അനന്തു പിന്നെയും അതിവിനയം കാണിച്ചു പറഞ്ഞു. അമ്മ വാഴയില മാറ്റി പാത്രം നോക്കിയപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ കൊതിപ്പിക്കുന്ന വാസന എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അമ്മ അതൊന്ന് മണത്തു നോക്കി ആ ഗന്ധം ആസ്വദിച്ചു. മോനെ അനന്തു, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോടാ, മണം കേട്ടാലേ അറിയാലോ. അതും പറഞ്ഞ് അമ്മ സ്പൂൺ കൊണ്ട് അതിൽ നിന്നും ഒരൽപ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓ, എന്താ ഒരു രുചി! കൊള്ളാം മോനെ, നിൻ്റെ കൈപുണ്യം കൊള്ളാം. എടാ സച്ചു, നമ്മൾ ഇന്നാള് ആ ഫർസാനയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോൾ കഴിച്ച ചിക്കൻ ബിരിയാണിയില്ലേ, അതിൻ്റെ അതേ രുചി തന്നെയാണ് ഇതിനും, അമ്മ അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എൻ്റെ ദേഷ്യം കൂടി. ഇവൻ ഇത്രയൊക്കെ പാചകം ചെയ്യുമോ? അതിന് സാധ്യതയില്ല. പണ്ട് ക്ലാസ്സിൽ വെച്ച് ഉച്ചയ്ക്ക് ഇവൻ്റെ തീറ്റ പലരുടെയും ടിഫിൻ ബോക്സിലെ ഫുഡായിരുന്നു. ചിലപ്പോൾ ഇവൻ ഈ ബിരിയാണി വല്ല ഹോട്ടലിലോ മറ്റോ വാങ്ങിയതാകും. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരിക്കും. അമ്മയെ കയ്യിലെടുക്കാനുള്ള സൂത്രമാണിത്, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ആഹാ, ഇതിൽ 2 ലെഗ് പീസുമുണ്ടല്ലോ, അമ്മ ഒരു ചിരിയാളെ നോക്കിയിട്ട് പറഞ്ഞു. ഉണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാ. നല്ല മുഴുത്ത പീസ അമ്മയ്ക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൻ കണ്ണിറുക്കി കാണിച്ചത് അമ്മ കണ്ടിരുന്നു. അമ്മ അത് കണ്ടത് ഞാനും ശ്രദ്ധിച്ചു. പണ്ടത്തെ അതേ ഊള സ്വഭാവം തന്നെ അവന് ഇപ്പോഴും. എൻ്റെ കൈ തരിച്ചു. അത് കൊള്ളാം മോനെ, മുഴുത്ത പീസാണെങ്കിൽ തിന്നാൻ നല്ല രസമാണ്. ഒരു ചെറിയ കഷ്ണം ചിക്കൻ എടുത്ത് കഴിച്ച് ഒരു ആസ്വാദനത്തോടെ അമ്മ പറഞ്ഞു. ഇതൊക്കെ കണ്ടും കേട്ടും എനിക്കാകെ വല്ലാതായിരുന്നു. എടാ, നീ ഇങ്ങനെ
മയക്കിയെടുക്കാൻ നോക്കണ്ട. നിന്റെ സൂത്രപ്പണിയൊക്കെ ഞാൻ പൊളിച്ചു തരുന്നുണ്ട്, ഞാൻ പല്ലിറമിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ കാര്യങ്ങൾ? അവൻ എന്തോ പറയുന്നു, അമ്മ വേറെന്തോ പറയുന്നു. ഹോ, ഞാൻ ചിന്തിച്ചു. അല്ല, അമ്മ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അമ്മയുടെ കയ്യിലെ മൊബൈലും തുറന്നു വെച്ചിരുന്ന ഫ്രിഡ്ജും മാറി മാറി നോക്കി അനന്തുവിൻ്റെ ചോദ്യം. അതോ, ഫ്രിഡ്ജ് ലീക്കാമോനെ? ഇന്നലെ മുതലാ കംപ്ലൈൻറ്റ്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഇൻ്റർനെറ്റിലൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ പലതിലും പല പല കാര്യങ്ങളാണ് പറയുന്നേ. ഒന്നും പിടികിട്ടുന്നില്ലെന്നേ. ഓഹോ, അപ്പോൾ ലീക്കാണല്ലേ? ഫ്രിഡ്ജിൽ നോക്കിക്കൊണ്ട് അനന്തുവിൻ്റെ ചോദ്യം. അതെ, സിന്ധു പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കൊക്കെ ലീക്ക് വരാറുണ്ട് അല്ലേ? അനന്തു അത് ചോദിച്ചത് സിന്ധുവിനെ നോക്കിക്കൊണ്ടാണ്. അതില്ല, സിന്ധു പറഞ്ഞു. ആണോ? അത് ഇടയ്ക്കൊക്കെ തൊട്ടും പിടിച്ചും അമർത്തിയും നോക്കാഞ്ഞിട്ട ലീക്ക് വരും. അങ്ങനെയാണോ? സിന്ധുവിൻ്റെ ചോദ്യം. സിന്ധു അങ്ങനെ ചോദിച്ചപ്പോൾ അവരുടെ മുഖഭാവം ചെറുതായി മാറിയോ? ആ ഭാവത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് നാണമാണോ എന്ന ചിന്ത സച്ചുവിനുണ്ടായി. അല്ല, അങ്കിളിന് അറിയില്ലേ ലീക്കായ കാര്യം? അനന്തുവിൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ. അല്ലെങ്കിലും അങ്ങേര് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അങ്ങേർക്ക് ഇത്തരം പരിപാടികളിലൊന്നും ഒട്ടും താല്പര്യമില്ലെന്നേ, സിന്ധു പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ? അത് വല്ലാത്ത കഷ്ടം തന്നെ. അപ്പോൾ പണ്ട് മുതലും ഇങ്ങനെ തന്നെയായിരുന്നോ? ഫ്രിഡ്ജിനകത്ത് കൈ കടത്തി അനന്തുവിൻ്റെ ചോദ്യം. പണ്ടൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട്. അത്രയും പറഞ്ഞു നിർത്തി സിന്ധു അവനെ നോക്കി. ആണോ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അവൻ ഒന്ന് നീട്ടി മോളി. എപ്പോഴും അകത്ത് ഇങ്ങനെ ഡ്രൈ ആക്കി ഇടരുത് കേട്ടോ. എപ്പോഴും അകത്ത് ഇങ്ങനെ ഡ്രൈ ആക്കി ഇടരുത് കേട്ടോ. ഫ്രീസറിൽ കൈവിരലുകൾ കൊണ്ട് തൊട്ട് നോക്കി സിന്ധുവിലേക്ക് ഒരു നോട്ടമെറിഞ്ഞുകൊണ്ട് അനന്തു പറഞ്ഞു. എനിക്കാണെങ്കിൽ ദേഷ്യം ഇരച്ചു കയറി. പക്ഷേ അപ്പോഴും അമ്മ ചിരിക്കുകയായിരുന്നു. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ, കൈ ഫ്രീസറിൽ നിന്നും എടുത്ത് അവൻ പറഞ്ഞു. സിന്ധു അനന്തുവിൻ്റെ അടുത്ത് ചേർന്ന് കൊണ്ട് അകത്തേക്ക് നോക്കി. പിന്നെ കൈയിട്ട് നോക്കി. ഇപ്പോൾ ശരിയായല്ലോ മോനെ, സിന്ധു സന്തോഷത്തോടെ പറഞ്ഞു. അതെ, ഇപ്പോൾ സെറ്റ്, അനന്തു ചിരിച്ചു. എൻ്റെ വീട്ടിലും ഇത്തരം പരിപാടികളൊക്കെ ഞാനാട്ടോ ചെയ്യുന്നേ, അനന്തു വിനയത്തോടെ പറഞ്ഞു. അത് കൊള്ളാം, പിള്ളേരായാൽ അങ്ങനെ വേണം, സിന്ധു അഭിമാനത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഞാൻ എൻ്റെ ഇരച്ചു കയറുന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചു. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നപ്പോൾ എന്നെക്കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അമ്മ ഇല്ലല്ലോ. അത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ സ്വരം ഇടറിയതുപോലെ തോന്നി. അല്ല, ഇനി അത് അവൻ്റെ അഭിനയമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അഭിനയം കൊള്ളാം, ഞാൻ ചിന്തിച്ചു. മോനെ, നീ വിഷമിക്കാതെടാ കുട്ട, സിന്ധു വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ അവൻ മുഖം താഴ്ത്തി ഒരു കൈകൊണ്ട് കണ്ണിൽ വച്ച് തുടക്കുന്നത് പോലെയാക്കി. അയ്യോ കുട്ട, കരയണ്ടാട്ടോ, ഇവിടെ ഞങ്ങളെയൊക്കെ ഇല്ലേ മോനെ എന്നും പറഞ്ഞ് അനന്തുവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചതും അനന്തു കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്ന് പോയി. ഇതെന്തൊരഭിനയം, ഞാൻ ചിന്തിച്ചു. മോനെ വിഷമിക്കേണ്ടെന്നേ, മോന് ഞാനുണ്ട് കേട്ടോ, സിന്ധു അനന്തുവിൻ്റെ പുറത്ത് പതിയെ തട്ടി സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അമ്മയെയും അനന്തുവിനെയും പല തവണയും മതിലിനടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു.
എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ. ഞാൻ എപ്പോൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോഴും അവരെ അവിടെ വെച്ച് കണ്ടു. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്കറിയാം. അനന്തുവിനോടുള്ള എൻ്റെ ദേഷ്യവും ഇഷ്ടക്കേടുമാണ് എൻ്റെ പ്രശ്നം. അച്ഛൻ വരുമ്പോൾ അമ്മ ഒരിക്കലും മതിലിനടുത്ത് പോയി നിന്ന് അവനോട് വർത്താനം പറയുന്നത് ഞാൻ കണ്ടിരുന്നില്ല. അച്ഛൻ ഇല്ലാത്ത ഒരു ദിവസം ഞാൻ എന്തിനോ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ ആരോടും ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അനന്തുവിൻ്റെ ഫോട്ടോ കണ്ടു. സ്ക്രീൻ മൊത്തമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവനെ സ്നാപ്ചാറ്റിൽ ആഡ് ചെയ്തു. വിശ്വാസം വരാതെ ഞാൻ അമ്മയോട് ചോദിച്ചു, എടാ അതെ ചെയ്തു. സംസാരം അവസാനിപ്പിച്ച് അമ്മ എന്നോടായി പറഞ്ഞു, അതിൽ അനുനയിപ്പിക്കുന്ന സ്വരമുണ്ടോ? ഞാൻ സംശയിച്ചു. എടാ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സ്നാപ്ചാറ്റിൽ മെസ്സേജ് ഇടുന്നതാ സൗകര്യമെന്ന് അനന്തു പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞ് നിർത്തി. എന്തെങ്കിലും ആവശ്യമോ? ഞാൻ തിരിച്ചു ചോദിച്ചു. അല്ലമ്മേ, എന്താ ആവശ്യമാണ്? ഞാൻ വീണ്ടും ചോദിച്ചു. അല്ല, അന്നത്തെ പോലെ ഫ്രിഡ്ജിലെ ലീക്കോ അങ്ങനെ എന്തെങ്കിലും. അമ്മ പറഞ്ഞു. അങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ തുടർന്ന് വന്ന ദിവസങ്ങളിൽ കൂടെ സംഭവിച്ചു. മിക്സിക്ക് കേടുപാട്, TV റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ടാപ്പിലൂടെ വെള്ളം വരുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ. അപ്പോഴൊക്കെ അനന്തു ഓടി വന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പുറത്തു പോയിട്ട് തിരികെ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മ അടുക്കളയിൽ സിങ്കിനടുത്ത് നിന്ന് ആരോടോ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്നത് കേട്ടു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അടുക്കള വാതിൽക്കലേക്ക് ചെന്നു. അപ്പോൾ സിങ്കിനടിയിൽ അനന്തു മലർന്നു കിടന്നുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്ന പ്ലാസ്റ്റിക് പൈപ്പ് തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അനന്തുവിൻ്റെ ദേഹത്ത് ഷർട്ടോ ബനിയനോ ഉണ്ടായിരുന്നില്ല, ഷോർട്സ് ആയിരുന്നു ഇട്ടിരുന്നത്. പെട്ടെന്ന് എൻ്റെ ദൃഷ്ടി അവിടേക്ക് പതിഞ്ഞു. അത് കണ്ടതും ഞാൻ അമ്പരപ്പോടെ നോക്കി നിന്ന് പോയി.